ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇക്കഴിഞ്ഞ 2024 നവംബർ 13 അതിന്റെ വിധി പ്രസ്താവത്തിലൂടെ തടഞ്ഞ ബുൾഡോസർ രാജ് ഇന്ത്യയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും, അത് 1.5 ലക്ഷത്തിലേറെ വീടുകൾ തകർത്തു കഴിഞ്ഞപ്പോഴും, 7 ലക്ഷത്തിലേറെ മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഇന്ത്യയിൽ ഫാസിസം എത്തിയിട്ടില്ല എന്നാണ് CPM പറയുന്നതെങ്കിൽ, CPM ഇന്ത്യയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയേണ്ടി വരും. യൂണിയൻ ഓഫീസുകളിൽ നിന്ന് ശീതീകരിച്ച മുറികളിലേക്ക് പതുക്കെ പതുക്കെ കുടിയേറിക്കൊണ്ടിരിക്കുന്ന നവ കമ്മ്യൂണിസ്റ്റുകൾക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ ഫാസിസം വന്നതായി ഇപ്പോഴും തോന്നുന്നുണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ 3ാമത്തെ ആഭ്യന്തര ശത്രുവാണ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെയും 2ാമത്തെയും ആഭ്യന്തര ശത്രുക്കൾക്ക് ഇന്ത്യയിൽ ഫാസിസം വന്നു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത് കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയുമ്പോഴേക്കും അത് ഏറെ വൈകിയേക്കും എന്നതാണ് യാഥാർത്ഥ്യം.